നമ്മുടെ തോപ്പിൽ ബാസിച്ചേട്ടൻ എഴുതിയ കൂട്ടുകുടുംബം എന്നും പറഞ്ഞൊരു നാടകം ഞങ്ങൾ പടമാക്കി, ഉദയ സ്റ്റുഡിയോ പടമാക്കിയപ്പോൾ അതിനകത്ത് എനിക്ക് ഒരു വേഷം കിട്ടി. ആ വേഷത്തിൽ ഞാൻ ചെയ്യുന്നത് ഒടപ്പറന്നോനെ, അത് ഒടപ്പറന്നോനെന്ന് പറയുന്ന ആളിന്റെ മുഖത്ത് നോക്കാതെ മറഞ്ഞു നിന്നാണ് ഒടപ്പറന്നോനെ. ആ വിളിയിൽ തന്നെ ഒരു പ്രത്യേക ഭംഗി. ഇപ്പോഴാണ് ഒടപ്പറന്നോനെ നമ്മളുടെയൊക്കെ ഞാൻ ആദ്യം പോകുന്ന കാലത്തെ കഥ എന്ത് നല്ല കഥയാ. തള്ളയുടെ വേഷമായാലും ശരി, ആ കഥ വായിക്കുമ്പോൾ നമുക്ക് അഭിനയിക്കാൻ തോന്നും. സത്യസാറിന്റെ കൂടെ ഞാൻ അഭിനയിച്ചല്ലോ കരകാണാക്കടലില്. എടാ ഇച്ചിരി ഞാൻ കടുക്കാമറിയായിട്ട് അഭിനയിച്ച എടാ ഇച്ചിരി കറുപ്പ് കൊണ്ട് താടാ മോനെ, എടാ വാത്തായേ എന്നൊക്കെ വിളിക്കുമ്പം സത്യത്തിന് തിയേറ്ററിൽ ആ പടം വന്നണക്കെ കയ്യടിയുടെ ബഹളവാ. ഇന്ന് അതുപോലെ കഥ എഴുതി വെച്ചിട്ടില്ല, അതുപോലെ അഭിനയിക്കാൻ ആളുമില്ല. നമ്മളെ എവിടെയായിരുന്നു അതിന്റെ ഷൂട്ടിങ്? ഏർക്കാട് ഷൂട്ടിങ് ദിവസം ഒരു ദിവസം സത്യൻ സാറ് ചേച്ചിയെ കാളവണ്ടിയിൽ നിന്ന് താഴെ ഇറക്കി തോർക്കുന്നു. അപ്പൊ പറയുന്ന ചുമ്മാ സിനിമയിലുള്ളതല്ല, അല്ലാതെ സാറൊരു വാക്ക് പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. തള്ളേ, നീ എന്നെ 10 മാസം നിന്റെ വയറ്റിലിട്ട് ചുമ്മിയതല്ലേ, നിന്നെ ഞാനൊന്ന് ചുമ്മട്ടെന്ന് പറഞ്ഞ് കാളവണ്ടിയിൽ നിന്ന് വലിച്ച് തറയിലിറക്കി. അന്ന് അദ്ദേഹത്തിന്റെ കൂടെ ഒക്കെ അഭിനയിക്കാൻ നമുക്കൊക്കെ ഭാഗ്യം ഉണ്ടായല്ലോ. സത്യത്തിന് എനിക്ക് ഏറ്റവും വലിയൊരു തണലായിരുന്നു അദ്ദേഹം. അദ്ദേഹം പോയതോടുകൂടി നമുക്ക് എല്ലാ തരത്തിലും അന്നത്തെ സിനിമയ്ക്കും സിനിമയിലെ കഥാപാത്രങ്ങൾക്കും ജീവനുണ്ട്. ഇന്ന് വരുന്ന സിനിമകളിലെ കഥാപാത്രങ്ങൾ എന്താണെന്നൊന്നും ആരും ചിന്തിക്കുന്നില്ല. അന്ന് നമ്മൾ അഭിനയിച്ച ചില ചിത്രങ്ങൾ ഇന്നും ഓരോ മലയാളികളുടെയും അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള പലരുടെയും മനസ്സിലിങ്ങനെ ഇരിപ്പുണ്ട്. നമ്മുടെ ചെമ്മീനിലെ ചേച്ചി ഓർക്കുന്നു, ചക്കിയും നല്ല പെണ്ണ് പാടിയ പാട്ട്, പെണ്ണാളേ പെണ്ണാളേ കരിമീൻ കണ്ണാളേ കണ്ണാളേ, ഓർക്കുന്നുണ്ട്. പിന്നെ അടിമകൾ എന്ന് പറഞ്ഞ പടത്തിനകത്ത് ഞാനൊരു പാട്ട് പാടുന്നു. അത് എനിക്ക് ആദ്യമായിട്ട് പാട്ട് പാടിയ മാധുരിയാണ്. മാധുരിയുടെ ആദ്യത്തെ പാട്ടാ. കസ്തൂരി തൈലമിട്ട് മുടി മിനുക്കി. നീ കണ്ടോ പടം? കണ്ടു. എങ്ങനെ ഇരുന്നെന്നറിയാമോ? നമ്മൾ ഇതൊക്കെ ചെയ്തു, നമ്മൾ ഇത്രയും കാലം ഈ കലാലോകത്ത് നിന്നു, പൊതുജനങ്ങൾ നമ്മളെ അംഗീകരിച്ചു. നമുക്കൊരു 1 100 കോടിക്കണക്കിനല്ല ജനങ്ങള് നമ്മളെ സ്നേഹിക്കുന്നവര്. ഇന്ന് അവർക്കൊക്കെ നമ്മളെ കാണുമ്പോൾ ഒരു ദുഃഖം. എന്താ ഇപ്പൊ പടമില്ലേ, ഇപ്പൊ അതില്ലേ, ഇപ്പൊ എന്താ ചോദിന് അഭിനയിക്കാത്തെ? ഇപ്പൊ നാടകത്തിലൊക്കെ വരുമ്പോ നമ്മൾ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോ ജനങ്ങൾ അങ്ങ് എന്തിനാ തടിച്ചു കൂടുന്നത്? നമ്മളുടെ അഭിനയം കൊണ്ട്.